പ്രവാസിലേക്ക് സ്വാഗതം. പ്രവാസികളെ സംബന്ധിച്ച് നിരവധി വാർത്തകൾക്ക് പുറത്തു വരുന്നുണ്ട്. കൂടാതെ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാലാവസ്ഥാ നിരീക്ഷണ റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഒമാന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശരാശരിയേക്കാൾ ഉയർന്ന താപനില പ്രതീക്ഷിക്കുന്നതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. തെക്കൻ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ താപനില കുറവായിരിക്കും. കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. കിഴക്കൻ തീരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഒക്ടോബറിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും. നവംബറിൽ ഒമാനിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത ഒരു വാർത്തയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷയെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ദുബായ് എപ്പോഴും അറിയപ്പെടുന്നതല്ലേ സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകളുടെ ഉന്നമനത്തെ പറ്റിയും നിരന്തരം ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നടക്കാൻ കഴിയുമോ, അങ്ങനെ ഒരു ചോദ്യം. അപ്പോൾ ഇന്ത്യയിൽ എന്തായാലും അത് നടക്കില്ല, അത് ഉറപ്പാണ്. കാരണം നമുക്ക് ഒരുപാട് തിക്ത അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സാഹചര്യത്തിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു പെൺകുട്ടിക്ക് രാത്രി ഒറ്റയ്ക്ക് ഭയമില്ലാതെ ഇറങ്ങി, ഇനി അഥവാ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പേടിക്കണം. പക്ഷേ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നായിട്ട് ദുബായ് മാറിയിരിക്കുകയാണ്. ദുബായ് അങ്ങനെ അത്രയും വിശ്വസിക്കാം എന്ന തരത്തിലേക്ക് ദുബായ് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് കാരണമായത്, അങ്ങനെ ഒരു വീക്ഷണത്തിന് കാരണമായത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് പുലർച്ചെ 2:30 ശേഷം ചിത്രീകരിച്ച വീഡിയോയിൽ ദുബായിൽ സ്ത്രീകളുടെ സുരക്ഷ അത് എത്രത്തോളം പ്രാധാന്യം അവർ നൽകുന്നുണ്ട് എന്നതിന് ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. ദുബായ് നഗരത്തിലൂടെ ഒരു ഇന്ത്യൻ യുവതി പുലർച്ചെ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നാണ് ദുബായ് എന്നതിന് തെളിവായിട്ട് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ വീഡിയോ വൈറലായിട്ടുണ്ട്. പുലർച്ചെ 2:30 ദുബായിലെ തെരുവുകളിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ സുരക്ഷിതത്വം തോന്നിയതിനെ കുറിച്ചാണ് അവർ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ പുലർച്ചെ ഒരു 2:37 അപ്പോൾ താൻ റോഡിലൂടെ തനിച്ച് നടക്കുകയാണ് എന്ന് തൃഷ എന്ന പെൺകുട്ടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ ദുബായിൽ മാത്രമാണ് ഇത് സാധ്യമാകുക എന്ന് എടുത്തു പറയുന്നുണ്ട്. അതുമാത്രമല്ല, ദുബായിലേക്ക് വരിക യുവതികളെല്ലാം, അതായത് സ്ത്രീകൾ ധൈര്യത്തോടെ വരിക, രാത്രി ധൈര്യത്തോടെ നിങ്ങൾക്ക് ഇവിടെ കൂടി നടക്കാം, യാതൊന്നും പേടിക്കേണ്ട എന്ന് തറപ്പിച്ച് ആ പെൺകുട്ടി ആ വീഡിയോയിലൂടെ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഇവിടെ പെൺകുട്ടികൾ അത്രയധികം സുരക്ഷിതരാണ് എന്ന ഉറപ്പും തൃഷയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. മാത്രമല്ല, നമ്മുടെ ഇന്ത്യക്കാരിയാണ് ഈ ഒരു പോസ്റ്റ് പങ്കുവെച്ചത്. നമ്മുടെ ഇന്ത്യ ഒന്ന് താരതമ്യം ചെയ്തിട്ടാണ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ പറയുമ്പോൾ നമുക്കൊരു വിഷമം വരും. എന്നാലും സാരമില്ല, ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ദുബായിലെ ആ ഒരു സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ത്യക്കാരിയായുള്ള പെൺകുട്ടി. എന്തായാലും അത് പ്രവാസികളെ സംബന്ധിച്ച് ഒരു അഭിമാനിക്കാം. അവർക്കും ദുബായിലുള്ള പ്രവാസികൾക്കൊക്കെ ഒന്ന് തല ഉയർത്താം. അല്ല, അവർ ഈ ഇറങ്ങിയ ആ ഒരു സമയം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്ന അപകടകരമായ ഒരു കാര്യമാണ്. പക്ഷെ അതേസമയം അവർ ഒറ്റയ്ക്ക് നടക്കുന്നു, അവർക്ക് പരിചിതമായൊരു സ്ഥലമല്ല എങ്കിൽ പോലും അവർ ഒന്നിനെയും ഭയപ്പെടാതെ, നമ്മൾ എല്ലാ സ്ത്രീകളും എല്ലാ പെൺകുട്ടികളും ഒക്കെ ആഗ്രഹിക്കുന്നതാണല്ലേ അത്തരത്തിൽ രാത്രി യാത്ര. നമ്മൾ പെൺകുട്ടികളും വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് രാത്രി യാത്രകളൊക്കെ. ഇഷ്ടപ്പെടുന്നതിലുപരി നമുക്ക് പലപ്പോഴും പല ഘട്ടങ്ങളിൽ ജോലിക്ക് പോയിട്ടാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട് വരുമ്പോഴും രാത്രി പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഇവിടെ നമുക്കത് ഒട്ടും പോസിബിൾ അല്ല. ഇപ്പോൾ നമ്മൾ സുരക്ഷിതരായിട്ട് വഴിയിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല എങ്കിൽ പോലും അയൽക്കാരൊക്കെ അല്ലേ, നമ്മൾ രാത്രി ഒരു പെൺകുട്ടി വരുമ്പോൾ മോശമൊക്കെ പറയാം, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ. വീടിന് ഗേറ്റിന് പുറത്തോട്ട് ഇറങ്ങിയാൽ പോലും ഈ രാത്രി എങ്ങോട്ടേക്ക് എന്നുള്ളൊരു ചോദ്യം വരും. പക്ഷെ ദുബായിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷയ്ക്ക് ഒരു പുരുഷൻ പോലും കൂടെ വേണ്ട എന്ന് കാട്ടിത്തരുന്ന ഒരു ദൃശ്യമായിരുന്നു അത്. യഥാർത്ഥത്തിലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള കമന്റുകളൊക്കെയാണ് ആ വീഡിയോക്ക് വന്നിട്ടുള്ളത്. വളരെ വേഗമാണ് ഈ വീഡിയോ ഇത്ര ഇന്ത്യയായിട്ട് താരതമ്യം ചെയ്തതുകൊണ്ടാണ് ആ ഒരു സ്വീകാര്യതയൊക്കെ കിട്ടിയതെന്ന് തോന്നുന്നു. അതെ, വളരെ വേഗമാണ് ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വൈറലായത്. വിവിധ നഗരങ്ങളിലെ സുരക്ഷയെക്കുറിച്ചുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ പലരും ഈ കമന്റിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ദുബായിലെ സുരക്ഷിതത്തെ അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ഇനി അടുത്തത് മസ്കത്ത് ഗവർണറേറ്റിലെ വിലായത്തിൽ മലമുകളിൽ നിന്ന് വീണ പൗരനെ റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗം രക്ഷപ്പെടുത്തിയ ഒരു വാർത്ത പുറത്തുവരികയാണ്. റുസേൽ പ്രദേശത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഇയാളെ ഖൗല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട് പോലീസ്. അതുകൂടാതെ ഇനി മറ്റൊരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അജ്ഞാത അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കുകയോ സംശയാസ്പദ സ്രോതസ്സുകളിൽ നിന്ന് പണം സ്വീകരിക്കുകയോ ചെയ്യുന്നവർക്ക് തടവും പിഴയും നേരിടേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി പബ്ലിക് പ്രോസിക്യൂഷന്റെ അലേർട്ട് വരുന്നുണ്ടല്ലേ? അതെ, അതായത് നല്ല ഉദ്ദേശത്തോടെയുള്ള ഇടപെടൽ പോലും ക്രിമിനൽ കുറ്റമാകും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് വേണം.
ചില വ്യക്തികൾ അറിയാതെ കുറ്റകൃത്യങ്ങൾ അകപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് ദുബായ് ഡ്രഗ് പ്രോസിക്യൂഷൻ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ അബ്ദുള്ള സാലിഖ് അൽ റൈസി വ്യക്തമാക്കി. ഈ ഭാര്യയുടെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ഇടപാട് നടത്തിയതിന്റെ പേരിൽ നിയമ നടപടി നേരിടേണ്ടി വന്ന കാര്യവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സുഹൃത്തുക്കളുടെയോ മറ്റു ID കാർഡുകൾ ഉപയോഗിച്ച് ചിലർ നടത്തുന്ന ഇടപാടിലൂടെ കുടുങ്ങുന്നവരാണ് ഇതിലേറെയുമുള്ളത്. അതുമാത്രമല്ല, ഈ വ്യക്തിഗത തിരിച്ചറിയൽ കാർഡുകൾ മറ്റുള്ളവർക്ക് നൽകി വഞ്ചിതരാകുന്നവരുണ്ട്. അവർക്കും കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണിത്. ലഹരി കടത്തുകാർ സ്വീകരിക്കുന്ന ഏറ്റവും പുതിയ വഴികളെക്കുറിച്ചും ഈ ഒരു ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. സമൂഹ മാധ്യമം വഴി ബന്ധപ്പെട്ട് ഇടപാട് ഉറപ്പിക്കുന്നു, ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറുന്നു. ഇതൊക്കെ വളരെ വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപാട് നടത്തുന്നവർക്ക് തടവും 50,000 ദിർഹം പിഴയുമാണ് ശിക്ഷ. ഈ രീതിയിൽ പണം സ്വീകരിക്കുന്ന ആൾക്കുള്ള പിഴ 1,00,000 ദിർഹമാണ്. ഓർക്കുക. ഇതിനിടെ കുവൈറ്റിൽ ബാഡ്മിന്റൺ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് യുവാവ് മരിച്ചു എന്നൊരു ദുഃഖകരമായ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. പെരുമ്പടപ്പ് അറയ്ക്കൽ വീട്ടിൽ ജേക്കബ് ചാക്കോയാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീടെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. കുടുംബസമേതം കുവൈറ്റ് സാൽമിയയിലായിരുന്നു താമസം. ഭാര്യ പാർവതി, മക്കൾ നാഥാൻ, നയന എന്നിവരാണ്. തീർച്ചയായിട്ടും കുടുംബത്തിന്റെ വേദന നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ഇത്തരത്തിൽ കുഴഞ്ഞു വീണുള്ള മരണങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സൂചനകളെ ഒന്നും തന്നെ അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ഇനി കൂടാതെ കൊല്ലം സ്വദേശിയെ ഒമാനിലെ ഇബ്ര സഫാലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെടിച്ചിക്കാല കൈതക്കുഴി മിഷൻ വില്ലയിൽ 26-കാരനായ ഷാജി വിഷ്ണുവിനെയാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. കുടിവെള്ള വിതരണ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് കൂടി. ഡ്രോൺ വഴി ചരക്ക് നീക്കം തുടങ്ങാനുള്ള ആദ്യ പരീക്ഷണം ഒരു ഗൾഫ് രാജ്യത്തിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഫുജൈറ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇത്തരത്തിലൊരു ആദ്യ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. എയർ ട്രാഫിക് കൺട്രോളിന്റെ നേതൃത്വത്തിലാണ് ഡ്രോൺ കാർഗോ പരീക്ഷണ പ്രവർത്തനം പൂർത്തിയാക്കിയത്. വിമാനത്താവളത്തിൽ നിന്ന് ചരക്കുമായി പുറം കടലിലെ കപ്പലിലേക്കാണ് ഡ്രോൺ പറന്നത്. പരീക്ഷണം പൂർണ്ണ വിജയമായിരുന്നു. UAE-യിലെ ഡ്രോൺ ലോജിസ്റ്റിക്സ് മേഖലയിലെ ചരിത്രപ്രധാനമായ മുഹൂർത്തമായാണ് ഇതിനെ കണക്കാക്കുന്നത്. ഡ്രോൺ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധരായ ലോഡ് ഓട്ടോണമസും ഫുജൈറ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ഫുജൈറ എയർ നാവിഗേഷൻ സർവീസസും സംയുക്തമായാണ് പരീക്ഷണ ദൗത്യം പൂർത്തിയാക്കിയത്. പുതിയ ഉദ്യമത്തിലൂടെ ഫുജൈറ അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടുവെന്നാണ് ഫുജൈറ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ചെയർമാനും UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വൈസ് ചെയർമാനുമായ മുഹമ്മദ് അബ്ദുള്ള അൽ സലാമി പറഞ്ഞിരിക്കുന്നത്. ഈ സാങ്കേതിക നവീകരണം മാത്രമല്ല, അതിനൊപ്പം ഫുജൈറ വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ ഡ്രോൺ കാർഗോ സേവനങ്ങൾ തുടങ്ങാനുള്ള ആദ്യത്തെ ചുവടുവയ്പായിട്ടാണ് ഈ ഒരു പരീക്ഷണ പറക്കലിനെ കണക്കാക്കുന്നത്. മാത്രമല്ല, ഈ ഫുജൈറ എയർ നാവിഗേഷൻ സർവീസസ് ചീഫ് എക്സിക്യൂട്ടീവ് കരം ജലാൽ അൽ ബലൂഷിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളത്. സേവനങ്ങളുടെയും കാര്യക്ഷമതയുടെയും സുരക്ഷയും ഉയർത്താനാണ് പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി എന്നിവയുടെ സുരക്ഷാ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പരീക്ഷണം നടത്തിയത്. വാണിജ്യ എയർ കാർഗോ സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ കഴിയും. ഭാവിയിൽ ഡ്രോൺ ഡെലിവറി സേവനങ്ങൾ വികസിപ്പിക്കാനും പ്രാദേശിക ആഗോള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പങ്കാളിത്തങ്ങൾ വിപുലീകരിക്കാനും എമിറേറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. ഇനി വ്യോമയാന ലോജിസ്റ്റിക്സ് മേഖലയിലെ UAEയുടെ പദവി ശക്തമാക്കുന്നതിൽ പുതിയ നേട്ടം മികച്ച സംഭാവനകൾ നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ഷാർജ ഒരുങ്ങുകയാണ്. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ഷാർജ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഖാലിദ് ബിൻ സുൽത്താൻ അൽ ഖാസിമി ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനുമായാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഷാർജയിലെ ഹൗസ് ഓഫ് വിട്ടത്തിൽ നടന്ന ചടങ്ങിൽ ഷുറൂഖ് CEO അഹമ്മദ് ഒബൈദ് അൽ ഖസീമും KSQF ഡയറക്ടർ ലുജൻ മൗറാദുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. KSUF ചെയർപേഴ്സൺ ഷൈഖ ജവഹർ ബിന്ത് മുഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. ചൂഷണത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക, ദുരിതം അനുഭവിക്കുന്ന സമൂഹത്തെ ശാക്തീകരിക്കുക, കുട്ടികളുടെ അവകാശം ഉറപ്പാക്കുന്നതിൽ ലോകമെമ്പാടുമുള്ള സംഘടനകളെ പിന്തുണയ്ക്കുക എന്നിവയാണ് ദൗത്യം. പൊതുജനങ്ങളെ കൂടി കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമാക്കാൻ ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഷുറൂഖിന്റെ സാംസ്കാരിക ടൂറിസം വിനോദ കേന്ദ്രങ്ങളെ ശൃംഖല ഉപയോഗിക്കും. ബാലവേല, മനുഷ്യക്കടത്ത്, ബാലവിവാഹം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും KSUF അന്താരാഷ്ട്ര ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തും. കുട്ടികളുടെ ക്ഷേമമാണ് ഇത്തരത്തിൽ സമൂഹത്തിന്റെയും ഭാവി രൂപപ്പെടുത്തുന്നതെന്ന് അൽ ഖസീർ പറഞ്ഞു. ഷുറൂഖ് KSUF പ്രതിനിധികൾ ധാരണാപത്രത്തിൽ ഒപ്പിടുകയായിരുന്നു.
മറ്റൊരു വാർത്തയിലേക്ക് ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ആവർത്തിച്ച് ലംഘിച്ചതിനെ തുടർന്ന് അബുദാബിയിലെ ഹൈപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. പ്രമുഖ റീറ്റെയിൽ ഔട്ട്ലെറ്റാണ് അടച്ചുപൂട്ടാൻ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഉത്തരവിട്ടത്. അബുദാബിയിലെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട 2008 2-ാം നമ്പർ നിയമവും മറ്റ് നിയമങ്ങളും ലംഘിച്ചതിനാണ് ഡേമാർട്ട് ഹൈപ്പർ മാർക്കറ്റ് LLC അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടതെന്ന് അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അറിയിച്ചു. സ്ഥാപനം തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടത് ഉപഭോക്താക്കൾക്ക് അപകടമുണ്ടാക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫുഡ് കൺട്രോൾ റിപ്പോർട്ട് അനുസരിച്ച് നിരവധി തവണ നടത്തിയ പരിശോധനകളിൽ ഭക്ഷ്യവസ്തുക്കൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്തതും സൂക്ഷിക്കാത്തതും ഉൾപ്പെടെയുള്ള സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും അതോറിറ്റി നൽകിയ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നില്ല. അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന് ഉറപ്പാക്കിയാൽ പിന്നീട് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകും. ഭക്ഷ്യസുരക്ഷാ നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ 800-555 എന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. കുവൈറ്റിൽ വാഹനാപകടമുണ്ടാക്കിയ ശേഷം രക്ഷപ്പെട്ട ഡ്രൈവറെ പോലീസ് പിടികൂടി. വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. ക്രിമിനൽ സെക്യൂരിറ്റി അഫയേഴ്സ് ആണ് അപകടത്തിന് കാരണമായ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അൽ ഖസർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച അപകടത്തെക്കുറിച്ചുള്ള അടിയന്തര ഫോൺ കോളിനെ തുടർന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. പക്ഷേ അപ്പോഴേക്കും വാഹനവുമായി ഡ്രൈവർ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ അഫ്ഗാൻ വംശജനായ ഡ്രൈവറെ കണ്ടെത്തുവാനായി ഫിർദൌസ് പ്രദേശത്ത് വാഹനവുമായി ഒളിച്ചിരിക്കുകയായിരുന്നു പ്രതി. ഇയാളെ ഇവിടെ നിന്ന് പിടികൂടുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ അപകടം മനഃപൂർവ്വമല്ല ായിരുന്നുവെന്നും നിയമപരമായ പ്രശ്നങ്ങൾ ഭയന്നാണ് സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞതെന്നുമാണ് ഇയാൾ സമ്മതിച്ചത്. പ്രതിയെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്.